അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണ മേഖലയ്ക്കും പ്രാധാന്യം നൽകി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് നടത്തി സംയുക്തമായി തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെയും മറ്റിതര ഫണ്ടുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി ലക്ഷ്യം കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താനായിട്ടുണ്ട്. നേരത്തെ നാം പ്രഖ്യാപിച്ച ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ആ നിലയിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നമുക്ക് നേടാനായിട്ടുണ്ട്. ഓരോ വർഷവും ചെല്ലുമ്പോൾ ഇതിലുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറയാൻ പാടില്ല. നമുക്കറിയാം, ഓരോ പദ്ധതികൾ തയ്യാറാക്കുന്നത് നമ്മൾ ഹ്രസ്വകാല പദ്ധതികളാണ്. ഒരുപക്ഷെ ഏറ്റവും പെട്ടെന്ന് ആളുകളുടെ പ്രീതി സമ്പാദിക്കാൻ നമുക്ക് ഹ്രസ്വകാല പദ്ധതികളാണ് സഹായിക്കുക. പക്ഷേ ഇനി ഹ്രസ്വകാല പദ്ധതികളല്ല, കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദീർഘകാല പദ്ധതികൾ. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. ഭാവിയിൽ നമ്മുടെ സമൂഹം നേരിടാൻ വേണ്ടി പോകുന്ന വിപത്തുകളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് നമുക്കിനി രൂപീകരിക്കേണ്ടത്. അവിടെയാണ് കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം എടുത്ത് പറഞ്ഞത്. ഓരോ വർഷം ചെല്ലുന്തോറും കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കും. 2000 ലിറ്റർ വെള്ളത്തിന് പ്രാവശ്യം ഞാൻ കൊടുത്ത് 1000 രൂപ കൊടുത്താണ് വാങ്ങിയത്. കഴിഞ്ഞ വർഷം 750 രൂപയായിരുന്നു. 750 രൂപ ഉണ്ടായിരുന്ന 2000 ലിറ്റർ വെള്ളത്തിന് ഇപ്പോൾ 1000 രൂപ കൊടുക്കേണ്ടി വരികയാണ്. കാരണം വെള്ളം കിട്ടാനുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമായ ടീച്ചർ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P തങ്കമ്മ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, പഴയന്നൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV സുചിത്ര, പഴയന്നൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.